നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം തുടരുന്നു. അധ്യായം 19. അവൾ പതിയെ എഴുന്നേറ്റു. ഹാളിൽ ആരുമുണ്ടായിരുന്നില്ല. അവൾ സ്റ്റെയർകേസ് കയറി യതീന്ദ്രൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നു നിന്നു. കൈകൾ മാറിൽ പിണച്ചു വെച്ച് അയാൾ കണ്ണടച്ചു കിടക്കുകയായിരുന്നു. യതിയേട്ടാ, താണ ഉച്ചയിൽ സുനന്ദ വിളിച്ചു. അയാൾ ഞെട്ടലോടെ കണ്ണു തുറന്നു. വാതിൽക്കൽ സുനന്ദയെ കണ്ടപ്പോൾ പകപ്പോടെ എഴുന്നേറ്റു. എന്താ സുനന്ദേ? അവൾ മുഖം താഴ്ത്തി നിന്നു. അയാൾ വേഗം പുറത്തേക്ക് വന്നു. എന്തുപറ്റി? മുഖം വല്ലാതെ വിളർത്തിട്ടുണ്ടല്ലോ. സുനന്ദ കൈകൊണ്ട് മിഴികൾ പൊത്തി കരഞ്ഞു. നീ എന്തിനാ കരയുന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഉത്കണ്ഠയോടെ അയാൾ ആരാഞ്ഞു. ഞാൻ എങ്ങനാ പറയണേ? അവൾ കരച്ചിലോടെ സെറ്റിയിൽ ചെന്നിരുന്നു. ഇതെന്തു പരീക്ഷണമാണ്? നീ പറയുന്നുണ്ടോ? അയാൾക്ക് വീർപ്പ് മുട്ടി. ചതിച്ചോന്ന് അറിയില്ല, എനിക്ക് സംശയമുണ്ട്. അവൾ വിങ്ങിക്കരഞ്ഞു. യതീന്ദ്രൻ്റെ ഹൃദയം പിളർന്നുപോയി. സുനന്ദേ! ശബ്ദം ചതഞ്ഞമർന്നാണ് പുറത്തു വന്നത്. അവൾ മുഖമുയർത്താതെ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. ഉള്ളിലെ അത്യുഷ്ണം സഹിക്കവയ്യാതെ അയാൾ ഹാളിലൂടെ നടന്നു. അല്പനേരം കഴിഞ്ഞ് സുനന്ദയുടെ നേരെ തിരിഞ്ഞു. സത്യമാണോ? എനിക്ക് ഉറപ്പില്ല. അവൾ കണ്ണീർ തുടച്ചു. ഒരു ഡോക്ടറെ കാണണം, പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു. അവൾ നടുക്കം പൂണ്ട് അയാളെ നോക്കി. നശിപ്പിക്കാനാണേൽ ഞാൻ സമ്മതിക്കില്ല. കരച്ചിലിനിടയിലും അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു. യതീന്ദ്രൻ തളർന്ന സെറ്റിയിൽ വീണു. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. സത്യമാണോന്ന് ഉറപ്പുവരുത്തണ്ടേ? അവൾ ശബ്ദിച്ചതേയില്ല. തൽക്കാലം അമ്മ ഒന്നും അറിയരുത്. മറുപടി പറയാതെ അവൾ സ്റ്റെയർകേസ് ഇറങ്ങി. വൈകുന്നേരം യതീന്ദ്രൻ വേഷം മാറി താഴെ വന്നപ്പോൾ സുനന്ദ ഹാളിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ സമയം സുഭദ്രാമ്മ കുളിമുറിയിലായിരുന്നു. രണ്ടാളും പുറത്തേക്കിറങ്ങിപ്പോകുന്നത് വിങ്ങുന്ന നെഞ്ചോടെ നന്ദിനി നോക്കി നിന്നു. കാറിലിരിക്കുമ്പോൾ യതീന്ദ്രൻ പറഞ്ഞു, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പരിചയപ്പെടുത്തിയാൽ മതി. കാർ ഹോസ്പിറ്റലിൽ ചെന്നു നിന്നു. പരിചയക്കാർ ആരും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യതീന്ദ്രൻ റിസപ്ഷനിലേക്ക് കയറി ചെന്നത്. 10 മിനിറ്റിനുള്ളിൽ സുനന്ദയുടെ പേര് വിളിച്ചു. അവൾ തനിച്ചാണ് ഡോക്ടറുടെ മുറിയിൽ കയറിയത്. 40 വയസ്സ് പ്രായം മതിക്കുന്ന ലേഡി ഡോക്ടറാണ് സീറ്റിലുണ്ടായിരുന്നത്. ഹൃദ്യമായൊരു ചിരിയോടെ അവർ സുനന്ദയെ ഇരിക്കാൻ ക്ഷണിച്ചു. അവൾ ഇരുന്നു. വിവരങ്ങൾ ബുദ്ധിമുട്ടി പറഞ്ഞൊപ്പിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? പുഞ്ചിരിയോടെ ഡോക്ടർ അന്വേഷിച്ചു. സുനന്ദ ഒരു നിമിഷം പകച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു, 2.5 മാസമായി. ഡോക്ടർ അവളുടെ കൺപോളകൾ പിളർത്തി നോക്കി. തുടർന്ന് കേസ് ഷീറ്റിൽ എന്തോ കുറിച്ചിട്ട് ബെല്ലിൽ വിരലമർത്തി. ഒരു നഴ്സ് അകത്തു വന്നു. ഡോക്ടർ അവൾക്ക് എന്തോ നിർദ്ദേശം നൽകി. നഴ്സിൻ്റെ ഒപ്പം സുനന്ദ പുറത്തു വന്നു. യതീന്ദ്രൻ ഉള്ളുനീറി പിന്നെയും കാത്തിരിക്കുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞ സുനന്ദ വീണ്ടും ഡോക്ടറുടെ മുന്നിലെത്തി. റിസൾട്ട് നോക്കിയിട്ട് അവർ ചിരിച്ചു. പോസിറ്റീവാണ്. സുനന്ദയുടെ ഇടനെഞ്ച് പൊട്ടിപ്പിളർന്നു. ഈശ്വരാ, താൻ ഗർഭിണിയാണ്. ഡോക്ടർ കുറേ ഉപദേശങ്ങൾ നൽകി. അതൊന്നും സുനന്ദ ശരിക്കും കേട്ടില്ല. കാറിൽ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ യതീന്ദ്രൻ ചലനമറ്റിരുന്നു. ഇനി എന്തു ചെയ്യും യതിയേട്ടാ? കരച്ചിലിൻ്റെ അകമ്പടിയോടെ അവൾ ചോദിച്ചു. അയാൾ ഇടറുന്ന ഒരു നോട്ടം അവളുടെ നേരെ പായിച്ചു. നന്ദിനി ജീവനോടിരിക്കുമ്പോൾ നീയൊരമ്മയാവാൻ പോകുന്നെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താവും? സുനന്ദ ശബ്ദിച്ചില്ല. അവൾ മനസ്സുകൊണ്ട് ഉറച്ചു കഴിഞ്ഞിരുന്നു. എന്തു വന്നാലും തൻ്റെ കുഞ്ഞിനെ കൊല്ലില്ല. ഏക ആശ്രയം അമ്മയാണ്. എല്ലാം അമ്മ അറിയണം. കാർ ഗേറ്റ് കടക്കുമ്പോൾ യതീന്ദ്രൻ അവളെ ഒന്ന് നോക്കി. അവളത് അവഗണിച്ചു കളഞ്ഞു. യതീന്ദ്രൻ കാർ പോർച്ചിൽ കൊണ്ടിട്ടു. സുനന്ദ ഡോർ തുറന്നിറങ്ങി. അവൾ നേരെ ഹാളിലേക്ക് കയറി. നന്ദിനി അടുക്കള വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. സുഭദ്രാമ്മ അപ്പോൾ മുറിയുടെ മുന്നിൽ വന്നു. നിങ്ങൾ എങ്ങടാ പോയേ? ഞാൻ വന്നിട്ട് പറയാം അമ്മേ. നന്ദിനിയെ ഗൗനിക്കാതെ അവൾ മുറിയിൽ കയറി ഡ്രസ്സ് മാറിയിട്ട് സുഭദ്രാമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവർ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. നിറകണ്ണുകളോടെ അവൾ
അവരുടെ അരികിലിരുന്നു. എന്താ കുട്ടിയെ? സുഭദ്രാമ്മ അമ്പരന്നു. ഒരു പൊട്ടിക്കരച്ചിലോടെ സുനന്ദ സുഭദ്രാമ്മയുടെ തോളിൽ മുഖം വെച്ചു. അവർ അടിമുടി പ്രകമ്പനം കൊണ്ടു. എൻ്റെ ഈശ്വരാ, എന്താ നിനക്കു പറ്റിയേ? 2 മിനിറ്റോളം സുനന്ദ കരഞ്ഞു. പിന്നീട് വിങ്ങിയും പൊട്ടിയും എല്ലാം തുറന്നു പറഞ്ഞു. അച്ഛൻ കാട്ടിയ കൊടുംചതിയെപ്പറ്റി, യതീന്ദ്രൻ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്ന ഗതികേടിനെപ്പറ്റി, ഒടുവിൽ യതീന്ദ്രൻ തൻ്റെ മാനം കവർന്ന ആ രാത്രിയെപ്പറ്റി. ഒരു സ്വപ്നം കണ്ട നടുക്കത്തോടെ സുഭദ്രാമ്മ തരിച്ചിരുന്ന് എല്ലാം കേട്ടു. പിന്നീട് വിങ്ങിപ്പൊട്ടുന്ന സുനന്ദയെ നെഞ്ചോടമർത്തി നെറുകയിൽ മുത്തി. അടുത്ത ക്ഷണം അവർ പിടഞ്ഞെഴുന്നേറ്റു. കൊടുങ്കാറ്റുപോലെ ഹാളിലേക്ക് വന്നു. എടീ! അതൊരലർച്ചയായിരുന്നു. ഭയന്നു വിറച്ച് നന്ദിനി ഇറങ്ങി വന്നു. മുകളിൽ യതീന്ദ്രനും പ്രത്യക്ഷപ്പെട്ടു. സുഭദ്രാമ്മ പാഞ്ഞു ചെന്ന് നന്ദിനിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുലച്ചു. ഇറങ്ങടി എൻ്റെ വീട്ടീന്ന്! എൻ്റെ മോനെ ചതിച്ചോണ്ടല്ലിയടി നീ ഈ മാമ്പള്ളിയിൽ കാലുകുത്തിയെ! ആക്രോശിച്ചുകൊണ്ട് അവർ അവളെ മുന്നോട്ട് തള്ളി. അമ്മേ! നന്ദിനി നിലവിളിച്ചുപോയി. എന്നെ ഇറക്കി വിടല്ലേ! അവൾ തൊഴുകയോടെ കേണു. നിന്നെ എൻ്റെ മോന് വേണ്ടടി, ഇവിടൊരു വേലക്കാരിയും വേണ്ട. സുഭദ്രാമ്മ വെട്ടിത്തിരിഞ്ഞ് വാതിൽക്കൽ നിന്ന സുനന്ദയുടെ കൈപിടിച്ചുകൊണ്ട് വന്നു. ഇവളാ എൻ്റെ മരുമകൾ. ഇവൾക്ക് വേണ്ടി നീ ഈ പടി ഇറങ്ങിയേ തീരൂ. നിനക്കറിയോ, ഇവൾക്ക് വിശേഷമുണ്ട്. ഗർഭിണിയാ ഇവൾ. ഒരഗ്നികോളം നന്ദിനിയുടെ നെറുകയിൽ വന്നമർന്നു. ഒരു പിടി ചാരം പോലെ അവൾ നിലത്തേക്ക് ഊർന്നു വീണു. ഇനി നിനക്കെന്തു പറയാനുണ്ടടി? സുഭദ്രാമ്മ നന്ദിനിയെ തുറച്ചു നോക്കി അട്ടഹസിച്ചു. നന്ദിനി വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. കടന്നു പോടി! അവർ തോളിൽ പിടിച്ചു മുന്നോട്ട് തള്ളി. യതീന്ദ്രൻ ദ്രുതം പടികളിറങ്ങി വന്നു. അമ്മേ! സുഭദ്രാമ്മ മകൻ്റെ നേർക്ക് വെട്ടിത്തിരിഞ്ഞു. ഇവളെക്കുറിച്ചുള്ള രഹസ്യം എന്നെ മറച്ചോണ്ട് ഇത്രയും കാലം ജീവിക്കാൻ നിനക്കെങ്ങനെ തോന്നിയിടാ? അയാൾ മുഖം കുനിച്ചു. അത് ഒക്കെ തുറന്നു പറയാനിരിക്കുകയായിരുന്നു അമ്മേ. അതിനിടയിലാ ഇവളുടെ അച്ഛൻ്റെ മരണവും പിന്നെ അമ്മ വീഴുന്നതും. കുറ്റസമ്മതം പോലെ അയാൾ നിന്നു. സുഭദ്രാമ്മ ഉറഞ്ഞു തുള്ളി. എനിക്കിപ്പോൾ തന്നെ രണ്ടിലൊന്നറിയണം. ഈ വിവാഹം നടത്തിത്തന്നത് ഉണ്ണിത്താനാ. അയാൾ സമാധാനം പറയട്ടെ. അവർ പുറത്തേക്ക് പാഞ്ഞു. ഒക്കെ കൈവിട്ടു കഴിഞ്ഞുവെന്ന് യതീന്ദ്രന് ബോധ്യമായി. സുനന്ദ മുറിയിലേക്ക് കയറിപ്പോയി. ഹാളിൽ നന്ദിനിയും യതീന്ദ്രനും മാത്രമായി. പതിയെ അവൾ മരവിച്ച ഒരു നോട്ടം അയാളുടെ മുഖത്തു പായിച്ചു. നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകൾ നേരിടാൻ അയാൾക്കായില്ല. യതീന്ദ്രൻ സ്റ്റെപ്പുകൾ കയറിപ്പോയി. നന്ദിനി ചുണ്ടുകൾ അമർത്തി കുറേ നേരം നിന്നു. ഉൾപ്രേരണ എന്നോണം അവളുടെ കാലുകൾ ചലിച്ചു. സുനന്ദയുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തു കയറി. കസേരയിലിരുന്ന സുനന്ദ പിടഞ്ഞെഴുന്നേറ്റു. നന്ദിനിയുടെ മുഖത്തേക്ക് അവൾ മിഴിയുയർത്തി. എല്ലാം ചുട്ടരിക്കുന്ന തീക്ഷ്ണതയാർന്ന നോട്ടമായിരുന്നില്ല അവിടെ. തൻ്റെ ശാഠ്യങ്ങൾക്ക് മുൻപിൽ ബാല്യത്തിൽ എപ്പോഴും തോറ്റു തന്ന ഏട്ടത്തിയുടെ അതേ നിൽപ്പ്. നിമിഷങ്ങൾ അടർന്നു വീണു. മോളെ! നന്ദിനി ഉച്ചരിച്ചു. സുനന്ദ ശ്വസിക്കാൻ കൂടി മറന്നു. ഏട്ടത്തി കേട്ടത് സത്യമാണോ മോളെ? തകർന്ന മുളന്തണ്ടിൽ വന്ന നാദം പോലെ ആ ശബ്ദം ഇടറിപ്പൊലിഞ്ഞു. ഞാനായി ഒരു തെറ്റും ചെയ്തതല്ല. യതിയേട്ടൻ്റെ ഒപ്പം കഴിയണമെന്ന് മോഹിച്ചതുമില്ല. നിലത്തുനിന്ന് നോട്ടം പറിച്ചെടുക്കാതെ സുനന്ദ പറഞ്ഞു. പിന്നെ ഞാനീ കേട്ടത്? സുധിക്കൊപ്പം പോകാനായി ഞാൻ കാത്തിരുന്നതാ. വിവാഹ തീയതി വരെ ഞങ്ങൾ ഉറപ്പിച്ചതായിരുന്നു. സുധി ഇങ്ങോട്ട് വന്നത് ഏടത്തെയും കണ്ടതല്ലേ? ഒന്ന് നിർത്തിയിട്ട് സുനന്ദ തുടർന്നു. അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആ രാത്രി മദ്യപിച്ച യതിയേട്ടൻ ഇങ്ങോട്ട് വന്നു. ബലമായി എന്നെ... ഈശ്വരാ! ഒരു കഠാരമുന നന്ദിനിയുടെ ഇടനെഞ്ചിൽ ആർന്നിറങ്ങി. എൻ്റെ ജീവിതം നശിച്ചു. ഞാൻ എങ്ങനാ സുധിക്കൊപ്പം ഇറങ്ങിപ്പോവാ? അതുകൊണ്ടാ ഞാൻ പിൻവാങ്ങിയേ. സുനന്ദ വിങ്ങിക്കരഞ്ഞു. നന്ദിനി തരിച്ചു നിന്നുപോയി. ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. എനിക്കിനി വേറൊരു മാർഗവുമില്ല. ഏടത്തിക്ക് എന്നെയും എൻ്റെ കുഞ്ഞിനെയും രക്ഷിക്കാനാവൂ. ഇല്ല അച്ഛാ, ഞാൻ മരിക്കും. കണ്ണീരിനിടയിൽ അവളുടെ മിഴികളിൽ ഒരു തിരയിളക്കം നന്ദിനി കണ്ടു. നനഞ്ഞ കവിളിണ നന്ദിനി സാരിത്തുമ്പാൽ അമർത്തി തുടച്ചു. പിന്നീട് സുനന്ദയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എൻ്റെ മോള് മരിക്കണ്ട.
ഇവിടം വിട്ട് എങ്ങടും പോവണ്ട. ഏടത്തി നിനക്കൊരു വിലങ്ങുതടിയാവില്ല. നന്ദിനി സുനന്ദയുടെ കവിളുകൾ തുടച്ചു. പിന്നീട് ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചോട് ചേർത്ത് പുണർന്നു. നീ ഇവിടെ സുഖമായി ജീവിക്കുന്നത് കാണാനാ ഇനി ഞാൻ ആഗ്രഹിക്കണേ. പോയിത്തരാം ഞാൻ. നിങ്ങളുടെയൊക്കെ കൺവെട്ടത്തു നിന്ന് തന്നെ പോയിത്തരാം. സുനന്ദയുടെ മനസ്സു തണുത്തു. പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. നന്ദിനിയുടെ ഹൃദയം ചുട്ടുപഴുത്തുണ്ടായ കണ്ണീർ സുനന്ദയുടെ തോൾ പൊള്ളിച്ചു. ആ സമയം കിതപ്പോടെ കൂവളശ്ശേരിയിലേക്ക് കയറി ചെല്ലുകയായിരുന്നു സുഭദ്രാമ്മ. പൂമുഖത്ത് ആരുമുണ്ടായിരുന്നില്ല. പ്രഭേ! അവിടെ കിടന്ന കസേരയിലിരുന്നിട്ട് ഉറക്കെ വിളിച്ചു. ആദ്യം ഇറങ്ങി വന്നത് സഞ്ജീവനാണ്. സുഭദ്രാമ്മയെ കണ്ടപ്പോൾ അയാൾ ഒന്ന് പകച്ചു. പ്രഭാവതി കൈ തുടച്ചുകൊണ്ട് പൂമുഖത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ അരിമാവിൻ്റെ പൊടി പുരണ്ടിരുന്നു. അല്ല, ഇതാരാ? സുഭദ്രയെടത്തിയോ? പ്രഭാവതി അത്ഭുതം കൂറി. ഉണ്ണിത്താൻ എവിടെ? ഇങ്ങട് വിളിക്ക്. പൊട്ടിത്തെറിക്കും മട്ടിൽ സുഭദ്രാമ്മ എഴുന്നേറ്റു. എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് പ്രഭാവതിയും സഞ്ജുവും ഊഹിച്ചു. എന്താ സുഭദ്രയെടത്തി? സുഭദ്രാമ്മ വാ തുറക്കുന്നതിനു മുമ്പേ കുളി കഴിഞ്ഞ് തല തുവർത്തിക്കൊണ്ട് ഇരവി ഉണ്ണിത്താൻ മുറ്റത്തു നിന്നു കയറി വന്നു. ഉണ്ണിത്താൻ ഇതിനു പരിഹാരം ഉണ്ടാക്കണം. നിങ്ങളാ യതീന്ദ്രൻ്റെ വിവാഹം നടത്തിയത്. സുഭദ്രാമ്മ അടിമുടി ജ്വലിച്ചു. ഇപ്പോ എന്താ ഉണ്ടായേ? ഉണ്ണിത്താൻ തോർത്ത് അയയിൽ തൂക്കി. ചതിയാ നടന്നത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എന്തിന് അവൻ്റെ ഒപ്പം നിഴലുപോലെ നടന്ന ഇവൻ അറിഞ്ഞോ? നടുക്കം സഞ്ജീവൻ്റെ ദേഹം കവർന്നു. കുറുപ്പ് ചതിക്കായിരുന്നു. അനിയത്തിയെ കാട്ടി ഏട്ടത്തിയെ കെട്ടിക്കയായിരുന്നു. കതിർ മണ്ഡപത്തിൽ യതി സ്തംഭിച്ചിരുന്നത് ഓർക്കണുണ്ടോ? അടിയേറ്റ പോലെ ഉണ്ണിത്താൻ്റെ കണ്ണുകൾ തുറച്ചു. സഞ്ജീവൻ സർവാംഗം തളർന്ന് അരഭിത്തിയിൽ ചെന്നിരുന്നു. സുഭദ്രയിടത്തി എന്താ പറയണേ? പ്രഭാവതി ഞെട്ടലോടെ മുന്നോട്ട് വന്നു. സുനന്ദയിൽ നിന്നു കേട്ടറിഞ്ഞ കാര്യങ്ങൾ സുഭദ്രാമ്മ പറഞ്ഞു കേൾപ്പിച്ചു. നിമിഷങ്ങളോളം ഉണ്ണിത്താൻ നാവനക്കാതെ ഇരുന്നു പോയി. എന്തൊക്കെയാണ് ഈശ്വര ഈ കേൾക്കണേ? പ്രഭാവതി നിലവിളി പോലെ ആരാഞ്ഞു. അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് അവനത് പറയാമായിരുന്നില്ലേ? ഉണ്ണിത്താൻ പൊട്ടിത്തെറിച്ചു. എൻ്റെ മോൻ പാവാ. ഉണ്ണിത്താൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. സുഭദ്രാമ്മ കൂസലെന്നിയെ നിന്നു. ഇനിയിപ്പോൾ എന്ത് പരിഹാരമാ ഉള്ളത്? യതി നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടി അവരൊന്നിച്ച് ജീവിതവും ആരംഭിച്ചു. പറഞ്ഞ സ്ത്രീധനത്തിലൊന്നും കുറുപ്പ് കള്ളം കാണിച്ചുമില്ല. കുറുപ്പ് ജീവനോടെ ഉണ്ടായിരുന്നേൽ അയാളുടെ മുഖത്തു നോക്കി 2 വാക്ക് ചോദിക്കായിരുന്നു. ഉണ്ണിത്താൻ കസേരയിലിരുന്നു. ഉണ്ണിത്താൻ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംസാരിക്കണേ? താലി കെട്ടിയെന്നല്ലാതെ ഒരു ബന്ധവും അവർ തമ്മിലില്ല. സുനന്ദയെ ഓർത്താ അവൻ അവളെ ഇക്കാലം അത്രയും സഹിച്ചത്. സുനന്ദയെ ഓർത്തോ? ഉണ്ണിത്താൻ പകച്ചു. അവർ തമ്മിൽ ഒന്നിച്ചാ കഴിയണേ. സുനന്ദയ്ക്കിപ്പോൾ വിശേഷമുണ്ട്. ഉണ്ണിത്താൻ അന്താളിച്ചു പോയി. സഞ്ജീവൻ ഷോക്കേറ്റതുപോലെ പിടഞ്ഞെഴുന്നേറ്റു. സുഭദ്രയിടത്തി നല്ല ബോധത്തോടെയാണോ സംസാരിക്കണേ? ഉണ്ണിത്താൻ ചോദിച്ചു. ഞാൻ എന്താ കളവ് പറയാണോ? യതിയും സുനന്ദയും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കയറിയിട്ടേ ഉള്ളൂ. നന്ദിനിയെ അവിടെ നിന്ന് ഇറക്കിത്തരണം. ഇല്ലാച്ചാ തറവാടിൻ്റെ മാനം പോവും. സഞ്ജീവൻ മുറിയിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനാവാതെ ഒരു സമസ്യ പോലെ ഇരവി ഉണ്ണിത്താൻ പൂമുഖത്ത് 2-3 ചാൽ നടന്നു. സുഭദ്രയിടത്തി ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. നടത്തം നിർത്താതെ അയാൾ പറഞ്ഞു. സുഭദ്രാമ്മ മാമ്പള്ളിയിലേക്ക് നടന്നു. നമ്മൾ എന്താ ചെയ്യാ? പ്രഭാവതി ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞു. ഒക്കെ അവനൊരുത്തനെ പറഞ്ഞാൽ മതി, നാണം കെട്ടവൻ. ഇരവി ഉണ്ണിത്താൻ അടിമുടി കത്തിപ്പടർന്നു. നന്ദിനിയോട് നയത്തിൽ സംസാരിക്കുക. അവൾ അനിയത്തിക്കു വേണ്ടി ഒഴിവായി തരുന്ന എൻ്റെ മനസ്സ് പറയണോ? അയാൾ അയയിൽ നിന്ന് തോർത്തെടുത്ത് തോളിലിട്ട ശേഷം പ്രഭാവതിയോടായി പറഞ്ഞു. നീയും വാ. അയാൾക്ക് പിന്നാലെ പ്രഭാവതിയും കൂവളശ്ശേരിയിൽ നിന്നിറങ്ങി. അവർ മാമ്പള്ളിയിലെത്തുമ്പോൾ ഹാളിലൂടെ സുഭദ്രാമ്മ ഭ്രാന്തെടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറ്റാരെയും അവിടെ കണ്ടില്ല. എവിടെ നന്ദിനി? ഉണ്ണിത്താൻ ഉറക്കെ ചോദിച്ചു. നന്ദിനി അടുക്കള വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അയാൾ അവളുടെ നേരെ ചെന്നു. എനിക്കൊന്നും അറിയില്ല ചെറിയച്ച. യതിയേട്ടനെ എൻ്റെ അച്ഛൻ ചതിച്ചത് ഞാൻ അറിഞ്ഞായിരുന്നില്ല. എന്നെ വിശ്വസിക്കണം. തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും ആവർത്തിച്ചിട്ട് കാര്യമില്ല.
ഇപ്പോഴത്തെ പ്രശ്നം ഗുരുതരമാണ്. അതിനൊരു മാർഗം കണ്ടെത്താൻ നിനക്കേ കഴിയൂ, കർക്കശമായി അയാൾ ഓർമ്മിപ്പിച്ചു. സുഭദ്രാമ്മ വീർപ്പടക്കി. മുറിക്കുള്ളിൽ സുനന്ദ ചെവി കൂർപ്പിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഞാനതെപ്പോഴേ സമ്മതിച്ചു കഴിഞ്ഞു. എൻ്റെ അനിയത്തിയുടെ സന്തോഷത്തിനപ്പുറം എനിക്കൊന്നുമില്ല. സുഭദ്രാമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. ബന്ധം വിടർത്തി പോവാൻ നീ തയ്യാറാണോ? ഉവ്വ്, ഉറച്ച മറുപടി. സുഭദ്രാമ്മ ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ പ്രഭാവതിയെ നോക്കി. നന്നായി, ഞങ്ങൾക്ക് നിന്നോടൊരു ഈർഷ്യയും ഉണ്ടാവില്ല. നാളെ തന്നെ നീ മാങ്കോയ്ക്കലേക്ക് പൊയ്ക്കോ. സുഭദ്രാമ്മ ആവേശം കൊണ്ടു. മുകളിൽ ശ്വാസം കഴിക്കാൻ കൂടി മറന്നു നിന്ന യതീന്ദ്രനും അത് കേട്ടു. പക്ഷേ ഇരവി ഉണ്ണിത്താൻ്റെ മനസ്സു തെളിഞ്ഞില്ല. അയാൾ സെറ്റിയിൽ ചെന്നിരുന്നു. പ്രശ്നം അവിടം കൊണ്ടും തീരില്ലാലോ നന്ദിനി. എല്ലാവരും അമ്പരപ്പോടെ അയാളെ നോക്കി. ഈ വിവാഹം നടത്തിയത് ഞാനാ. യതീന്ദ്രന് നിന്റെ അച്ഛൻ കൊടുക്കാമെന്നു പറഞ്ഞ സ്ത്രീധനം ഓർമ്മയുണ്ടല്ലോ. 6 ഏക്കർ പറമ്പും 250 പവൻ സ്വർണവും. സുനന്ദയ്ക്കാണേൽ കാശിൻ്റെ വകയില്ല. അയാളുടെ ലക്ഷ്യം അറിഞ്ഞ നിമിഷം സുഭദ്രാമ്മ ഇടപെട്ടു. ഒന്നും എൻ്റെ മോന് വേണ്ട. ഈ ബന്ധം അവസാനിപ്പിച്ചു തന്നാ മതി. ഒക്കെ ഇവളെടുത്തോട്ടെ. അത് സുഭദ്രയിടത്തി മാത്രം പറഞ്ഞാൽ പോരാ. സുനന്ദയെ ഇങ്ങോട്ട് വിളിക്കുക. സുനന്ദ പുറത്തു വന്നു. അയാൾ അവളെ നോക്കി. ഇവിടെ പറഞ്ഞത് നീ കേട്ടൂലോ? കേട്ടു, കൂസലില്ലാതെ അവൾ പറഞ്ഞു. മുഴുവൻ സ്വത്തും എനിക്ക് വേണമെന്ന് പറയണില്ല. 2ആയി വിഭജിച്ച് ഒരു വിഹിതം എനിക്ക് ചെറിയച്ഛൻ വാങ്ങിത്തരണം. സുനന്ദ പതിയെ അകത്തേക്ക് വലിഞ്ഞു. നന്ദിനി എന്തു പറയണു? നന്ദിനി വേദനയോടെ മന്ദഹസിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും. തറവാട് നിനക്കു തന്നെ തരും. കുട്ടിമാളൂനെയും കൂട്ടി നിനക്കവിടെ കഴിയാം. നാളെ തന്നെ പ്രമാണം രജിസ്റ്ററാക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാൻ പോവാം. അവൾ സമ്മതമെന്ന് ശിരസ്സു ചലിപ്പിച്ചു. ആ രാത്രി നന്ദിനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാനായില്ല. സ്റ്റോർ റൂമിൽ തണുത്ത നിലത്തവൾ ചുരുണ്ടുകിടന്നു. പുറത്ത് മഴ ഇടിമുഴക്കത്തോടെ തകർത്തു പെയ്യുകയായിരുന്നു. ഇരുട്ടിൻ്റെ മാറുപിളർത്തുന്ന കൊള്ളിയാനുകൾ ജനലിൻ്റെ ചില്ലുപാളിയിൽ വന്നടിച്ചുകൊണ്ടിരുന്നു. നന്ദിനിയുടെ മനസ്സ് ഒരുപാട് പിന്നിലേക്ക് പോയി. അമ്മയുടെ മരണം, പിന്നീട് വന്ന ചിറ്റമ്മയോട് സുനന്ദയ്ക്കെന്നും അകൽച്ചയായിരുന്നു. അച്ഛൻ നിഴൽപ്പാടകലെ അവളെ നിർത്തി. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ താൻ അവൾക്ക് കൊടുത്തു. ഏടത്തിക്ക് കിട്ടുന്നതെന്തും അവൾക്കുള്ളതായിരുന്നു. വസ്ത്രമായാലും ആഭരണമായാലും അവൾ ധരിച്ചിട്ടേ ഇന്നോളം താൻ എടുത്തിട്ടുള്ളൂ. തൻ്റെ ജീവിതവും അവൾക്കുള്ളതാണ്. ഈ ഏടത്തിയുടെ മനസ്സു മാത്രം എൻ്റെ കുട്ടി അറിഞ്ഞാൽ മതി. രാവിലെ നന്ദിനി കൂവളശ്ശേരിയിലേക്ക് ചെന്നു. പൂമുഖത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഉണ്ണിത്താൻ ആശങ്കയോടെ എഴുന്നേറ്റു. അവളുടെ മനസ്സ് മാറിയോ എന്നയാൾ ഭയന്നു. അവൾ താഴെ മുറ്റത്തു നിന്നതേയുള്ളൂ. എന്താ നന്ദിനി? അവൾ ഒന്ന് നിശ്വസിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ചിന്തിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കു പാലിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അയാൾ ഒന്നും വ്യക്തമാവാതെ നന്ദിനിയെ നോക്കി. അച്ഛൻ പറഞ്ഞ സ്ത്രീധനം തന്നെ എൻ്റെ കുട്ടിക്കും കിട്ടണം. എങ്കിലേ അഭിമാനത്തോടെ അവൾക്ക് ജീവിക്കാനാവൂ. പ്രമാണം രജിസ്റ്ററാക്കുമ്പോൾ 6 ഏക്കർ പറമ്പെന്ന് പറഞ്ഞിരിക്കണം. ഇല്ലാച്ചാ ഞാൻ ഒപ്പിടില്ല. ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. ഉണ്ണിത്താൻ വല്ലാതെ പകച്ചുപോയി. ഇക്കാര്യം ചെറിയച്ഛൻ ആരോടും ഇപ്പോൾ പറയണ്ട. അവൾ അറിഞ്ഞാൽ എതിർക്കും. യതിയേട്ടനും സമ്മതിക്കില്ല. നീ ഒന്നുകൂടി ആലോചിക്ക് നന്ദിനി. 1 സെൻറ്റ് ഭൂമിയില്ലാതെ നീ എങ്ങടെ പോവാനാ? പതർച്ചയോടെ അയാൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട ചെറിയച്ഛ. എനിക്കിനി പുതിയൊരു ജീവിതമില്ല. എൻ്റെ മോളും അവളുടെ കുഞ്ഞുമൊക്കെയാ എൻ്റെ സന്തോഷവും സുഖവും. പിന്നെ ആർക്കു വേണ്ടി ഞാൻ സ്വത്ത് സൂക്ഷിക്കണം? ചെറിയച്ഛൻ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. നന്ദിനിയെ ആദ്യം കാണുന്നത് പോലെ ഉണ്ണിത്താൻ നോക്കി നിന്നു. ഇത്രയും വലിയൊരു മനസ്സ് ഇവൾക്കുണ്ടായിരുന്നോ? തൻ്റെ എല്ലാം അപഹരിച്ച അനുജത്തിക്ക് നന്മ വരാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ്. നന്ദിനിക്ക് മുന്നിൽ ഉണ്ണിത്താൻ്റെ ശിരസ്സു താണു. ഇത് ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന പുണ്യകർമ്മ. ആത്മാവ് ഗതി കിട്ടാണ്ട് അലയാൻ പാടില്ല. ചെറിയച്ഛൻ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. മോളെ. അയാൾ ആകെ ഉലഞ്ഞുപോയി. നിറഞ്ഞ മനസ്സോടെ ചിരിച്ചിട്ട് നന്ദിനി തിരിഞ്ഞു നടന്നു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.
മുരളി തെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.